ഹലോ, ഇന്ന് ഞാൻ കുറച്ച് മീഷോ ഇയറിങ്സ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതെല്ലാം ഗോൾഡ് കളറിലുള്ള ഇയറിങ്സ് ആട്ടോ. ദേ ഫസ്റ്റ് വൺ, ഇത് നോക്കി, നല്ല ഭംഗിയില്ലേ, നല്ല ഗോൾഡ് കളറാട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. എൻ്റെ ഹസ്ബൻഡ് എന്നെ കളിയാക്കും, ഒരു പഴയ അമ്മച്ചിമാരുടെ ടൈപ്പ് കമ്മലാണെന്നും പറഞ്ഞ്. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ അടിപൊളിയാണ്. ഈ ഇയറിങ്സ് എല്ലാം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന എല്ലാം തന്നെ ഏകദേശം ഒരു 160, 170, 120 ഒക്കെ റേഞ്ചിലുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് ഇയറിങ്സ് ഇത് നോക്കി, എന്ത് ഭംഗിയാണ്. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മളെ ആരും നോക്കാണ്ട് പോകില്ല. അതായത് കമ്മൽ നോക്കാണ്ട് ആരും പോകില്ല. ഞാൻ നേരത്തെയൊക്കെ കുറേ സിൽവർ കളർ ഇയറിങ്സ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അതാണ് കുറേ കിട്ടാനുണ്ടായിരുന്നല്ലോ, ഈ സിൽവർ ആൻറ്റിക്ക അങ്ങനത്തെ ടൈപ്പ് മെറ്റലായിട്ടുള്ള ഇയറിങ്സ് ഇഷ്ടം പോലെ കിട്ടാനുണ്ടല്ലോ. അതായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ എനിക്ക് തോന്നിയതൊന്നും ഒരു മെനയാവണില്ലല്ലോ, എന്തിട്ടാലും ഒരു മെനയാവണില്ല. ഒരുമാതിരി, അങ്ങനെ പറയാൻ പാടില്ല, എന്നാലും ഒരുമാതിരി പാണ്ടി ലുക്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ലുക്കായിരുന്നു. അപ്പോഴെനിക്ക് മനസ്സിലായി എൻ്റെ സ്കിൻ ടോണിന് ചേരുന്നത് ഇങ്ങനെ ഗോൾഡ് ഓർണമെൻറ്റ്സ് ആണ്, ഗോൾഡ് ആക്സസറീസ് ആണെന്ന് എനിക്ക് മനസ്സിലായത്. ഈ കുറേ വീഡിയോസൊക്കെ കണ്ട് മനസ്സിലാക്കി എൻ്റെ സ്കിൻ ടോൺ വാം അണ്ടർ ടോൺ ആണ്, അതിന് ചേരുന്നത് ഗോൾഡ് ആക്സസറീസ് ആണെന്ന് മനസ്സിലായിട്ടാണ് ഞാൻ ഇതൊക്കെ മീഷോയിൽ നിന്ന് മേടിച്ചത്. ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പീസാട്ടോ. ഇതിട്ട് കഴിഞ്ഞാൽ നോക്കാണ്ട് ആരും പോവില്ല, അത്ര നല്ല കളറുണ്ട് ഇതിന്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. ആദ്യം ഞാനിതിൻ്റെ ഒരു 3 എണ്ണത്തിൻ്റെ സെറ്റാണ് മേടിച്ചത്. അതിട്ട് കളറ് പോകുമെന്ന് പേടിച്ചിട്ട് ഞാൻ ഒരെണ്ണം കൂടെ മേടിച്ചു. ഇത് സിംഗിളായിട്ടുള്ള കമ്മല, ഇതിന് 90 സംതിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് സെറ്റാന്ന് മേടിച്ചില്ലേ, ഈ ഇയറിങ്സ് അതിൻ്റെ കൂടെ ഉള്ളത് ഇത് ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് കളർ പോകും, അത് കളർ പോയിട്ട് എനിക്ക് കളയേണ്ടി വന്നു. ഇതിപ്പോൾ 3 എണ്ണത്തിൻ്റെ 2 എണ്ണം ബാക്കിയുള്ളൂ. ഇത്രയും ഇയറിങ്സ് ആണുള്ളത്. ഇതെല്ലാം തന്നെ 200 ബിലോ ആണ് വരുന്നത്. എല്ലാത്തിൻ്റെ പ്രൈസ് ഞാൻ ടാഗ് ചെയ്തേക്കാം. ഓക്കെ, ലിങ്ക് ടാഗ് ചെയ്തേക്കാം. അപ്പോൾ ശരി, ബൈ.